ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. വരുന്ന എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാംസിന് വേണ്ടിയിട്ട്, എൽ ഡി ടൈപ്പിസ്റ്റ് മാത്രമല്ല എൽ ഡി ക്ലർക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള മാത്സിൻ്റെ ക്രാഷ് കോഴ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. സോ ഓൾറെഡി 7 ക്ലാസ്സസ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 8ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ശതമാനമാണ് കേട്ടോ, പെർസെൻറ്റേജാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പെർസെൻറ്റേജ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പെർസെൻറ്റേജ് അഥവാ ശതമാനം. ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് y ഓഫ് എക്സ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു 20, ദെൻ എക്സ് ഓഫ് y പെർസെൻറ്റേജ് ഈക്വൽ ടു അതായത് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? y ഓഫ് എക്സ് പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ y ഇൻറ്റു എക്സ് പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എക്സ് ബൈ 100 അല്ലേ? 100ൽ എത്ര എന്നുള്ളതാണ്. എക്സ് ബൈ 100 ഈക്വൽ ടു 20 ആയാൽ, ഈക്വൽ ടു 20 ആണെന്ന് പറഞ്ഞേക്കുന്നത്. 20 ആയാൽ എക്സ് ഓഫ് വൈ പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ ബൈ 100 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എക്സ് ഇൻറ്റു വൈ ബൈ 100 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്കിത് കണ്ടുപിടിക്കാം. എക്സ് ഇൻറ്റു വൈ ബൈ 100 ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കിക്കേ, ഈ y ഇൻറ്റു എക്സ് ബൈ 100 തന്നെ അല്ലേ എക്സ് ഇൻറ്റു വൈ ബൈ 100 എന്ന് പറയുന്നത്? ആണല്ലോ. നോക്കിക്കേ, എക്സ് ഇൻറ്റു വൈ ബൈ 100 ഈക്വൽ ടു 20 നമുക്ക് എഴുതാം അല്ലേ. ഇവിടെ എക്സ് ഇൻറ്റു വൈ ബൈ 100 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? എക്സ് വൈ ബൈ 100. ഇവിടെ നോക്കിയേ, നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? എക്സ് വൈ ബൈ 100 ഈക്വൽ ടു 20 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ എന്ത് തന്നെ കിട്ടും? ആൻസർ 20 തന്നെയാണ്. മനസ്സിലായോ? അതായത് നിങ്ങൾ പഠിച്ചു വെച്ചോ, എ പെർസെൻറ്റേജ് ഓഫ് ബി എന്ന് പറയുന്നത് തന്നെയായിരിക്കും എന്ത്? ബി പെർസെൻറ്റേജ് ഓഫ് എ എന്ന് പറയും കേട്ടോ. അതായത് വൈ ഓഫ് എക്സ് പെർസെൻറ്റേജ് തന്നെയായിരിക്കും എക്സ് ഓഫ് വൈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ ആയിരിക്കും നമ്മൾ ഇവിടെ ഇത് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു സം ഓഫ് 1% ഓഫ് 100, 1% ഓഫ് 100 ആൻഡ് 100% ഓഫ് 1, 1% ഓഫ് 100 ആൻഡ് 100% ഓഫ് 1. അതായത് 100ൻ്റെ 1% 1ൻ്റെ 100% കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം 100 ഉണ്ട് അല്ലേ, അതിൻ്റെ 1% എന്ന് പറയുമ്പോൾ എന്താ? 100 ഇൻറ്റു 1/100 ആണല്ലോ. പ്ലസ് 1ൻ്റെ 100% എന്ന് പറയുമ്പോൾ എത്രയാ? 100 തന്നെയാണ്. 1ൻ്റെ 100% എന്ന് പറയുന്നത് 100 തന്നെയാണ് അല്ലേ. നമുക്ക് ചെയ്തു നോക്കാം. 1ൻ്റെ 100%, 100% എന്ന് പറയുമ്പോൾ 100/100, അതൊന്ന് തന്നെ അല്ലേ? ആണല്ലോ. ഇവിടെ നോക്കിയാൽ എന്ത് കിട്ടും ആൻസർ? ഈ 100 കട്ട് ചെയ്യാം, ഈ 100 കട്ട് ചെയ്യാം. ബാക്കി ഇവിടെ എന്ത് കിട്ടും? ഇവിടെ 1 ആവും അല്ലേ. 1 ഇൻറ്റു 1 1 പ്ലസ് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 1 ഇൻറ്റു 1 1. ആൻസർ എത്രയാ? 2 ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. 30% of a number is 120. What is the number? 30% of a number is 120. Then which is the number? അതായത് ഒരു സംഖ്യയുടെ 30% 120 ആണെങ്കിൽ സംഖ്യ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു സംഖ്യയുടെ 30% നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. 30% എത്ര തന്നിട്ടുണ്ട്? 120 തന്നിട്ടുണ്ട്. അപ്പോൾ സംഖ്യ എന്ന് പറയുമ്പോഴത്തേക്കും 100 യൂണിറ്റ് ആണ് കേട്ടോ. 100 യൂണിറ്റ് ആണ്. അത് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സംഖ്യ ടീച്ചർ എക്സ് എന്ന് എഴുതുവാണ്. സോ എക്സ് ഈക്വൽ ടു കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 100 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 30. 100 ഇൻറ്റു 120 ചെയ്യുക, 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് വെട്ടിച്ച് ചെയ്യാം. 30 ഒരു തവണ, 120 നമുക്ക് 30 കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ. എത്രയുടെ നമുക്കറിയാം? 4 3 12. അപ്പം ഇവിടെ 30 ആയതുകൊണ്ട് 4 തവണയാണ്. 4 ഇൻറ്റു 30 ആണ് 120 എന്ന് പറയുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 4 ഇൻറ്റു 100 400. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 400 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If 45% of the students in a school are boys and number of girls is 1100, find out the number of boys. അതായത് ഒരു സ്കൂളിൽ 45% കുട്ടികൾ ആൺകുട്ടികളാണ്. അതിൽ 1100 എന്തുണ്ട്? പെൺകുട്ടികളുണ്ടെങ്കിൽ എത്ര ആൺകുട്ടികളുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആൺകുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം 1000
ഒരു 100 പെൺകുട്ടികളാണുള്ളത്. അതായത് നമുക്കറിയാം 45% ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി എത്ര ശതമാനമായിരിക്കും ഗേൾസ് വരുന്നത്? എത്ര ശതമാനമായിരിക്കും? 55% എന്ത് കുട്ടികളെ വരുന്നത്? ഗേൾസ് വരുന്നത് അല്ലേ? ആണല്ലോ. 45-55 കൂടെ ഒന്ന് കൂട്ടിക്ക്, നിങ്ങൾ എത്ര കിട്ടും? നമുക്ക് 100 കിട്ടുന്നത് അല്ലേ? അപ്പോൾ ടോട്ടൽ കുട്ടികളായി 100% എന്ന് പറയുമ്പോൾ ടോട്ടൽ സ്റ്റുഡൻസായി. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? ഈ 55% എത്ര തന്നിട്ടുണ്ട്? 1100 തന്നിട്ടുണ്ട്. അപ്പോൾ 55 എന്ന് പറയുന്നത്, 55 യൂണിറ്റ് എന്ന് പറയുന്നത് 1100 ആണെങ്കിൽ 45 യൂണിറ്റ് ആയിട്ടുള്ള ആൺകുട്ടികൾ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടത്. 45 × 1100 ചെയ്യുക, ഡിവൈഡഡ് ബൈ ഈ 55 ചെയ്യുക, ഡിവൈഡഡ് ബൈ 55. ഓക്കെ, 11 നമുക്കിത് വെട്ടാം. 11 വെട്ടാം, കാരണം 55 ഇവിടെ കിടപ്പുണ്ട്. മേളിൽ 1100 ആണ്, അതിനകത്തൊരു 11 ഉണ്ട് അല്ലേ? അപ്പോൾ 11 ഇത് 100 ടൈംസ് ആണ്. 11 55 എത്ര തവണയാണ്? 5 × 11 ആണ് 55. അപ്പോൾ 5 ടൈംസ് ആണ്. 11 5 ടൈംസ് ആണ് 55 എന്ന് പറയുന്നത്. ഒരു 5 5, ഈ 5 45 നമുക്ക് വെട്ടാം. 9 5 ആണ് 45. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് എത്രയാ? 900. 900 ബോയ്സ് ആണ് ഉള്ളത്. അതായത് ഈ 1100 ഗേൾസും ഉണ്ട്, 900 ബോയ്സും ഉണ്ട് കേട്ടോ. മനസ്സിലായോ? അപ്പം ടോട്ടൽ 2000 കുട്ടികളാണ് സ്കൂളിലുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻകം ഓഫ് രാജേഷ് ഈസ് 25% മോർ ദാൻ ദ ഇൻകം ഓഫ് ഗിരീഷ്, ദാൻ ദ ഇൻകം ഓഫ് ഗിരീഷ് ഈസ് ലെസ് ദാൻ ദ ഇൻകം ഓഫ് രാജേഷ് ബൈ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മിക്കവാറും ചോദിക്കാറുണ്ട്. അതായത് ഗിരീഷ്, രാജേഷ് 2 ഫ്രണ്ട്സാണെന്ന് വിചാരിച്ചു നിങ്ങൾ. അപ്പോൾ രാജേഷിൻ്റെ ഇൻകം, രാജേഷിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഗിരീഷിൻ്റെ വരുമാനത്തെക്കാൾ എത്ര കൂടുതലെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 25% കൂടുതലാണ്. ആർക്ക്? രാജേഷിന് ഗിരീഷിന് കിട്ടുന്നതിനേക്കാൾ 25% അധികം ഇൻകം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനമാണ് രാജേഷിൻ്റെ ഇൻകത്തിനേക്കാളും എത്ര ശതമാനമാണ് ഗിരീഷിൻ്റെ വരുമാനം കുറഞ്ഞു നിൽക്കുന്നത്, കുറവ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അതായത് ഗിരീഷിൻ്റെ വരുമാനത്തെക്കാൾ 25% കൂടുതലാണ് രാജേഷിൻ്റേത്. എന്നാൽ ഗിരീഷിൻ്റെ വരുമാനം രാജേഷിൻ്റെ വരുമാനത്തെക്കാൾ എത്ര കുറവാണ്, എത്ര ശതമാനം കുറവാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ട്രിക്ക് ഉണ്ട് കേട്ടോ. ട്രിക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുവേ. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് നോക്കിക്കേ, ഇവിടെ നമ്മൾ പഠിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ എയുടെ വരുമാനം, ഇവിടെ ഇപ്പം വരുമാനമല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എയുടെ വരുമാനം ബിയുടെ വരുമാനത്തെക്കാൾ 6% കൂടുതലായാൽ, 6% കൂടുതലായാൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തെക്കാൾ പഠിച്ചു വെച്ചോ, R + 100 × 100% കുറവായിരിക്കും. ഓക്കെ, കുറവായിരിക്കും. ഇതാണ് ഫോർമുല കേട്ടോ. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. 6 എന്ന് പറയുന്നത് എത്രയാണ്? 25 തന്നിട്ടുണ്ട്. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ 25 + 100 × 100 ചെയ്യണം. അതായത് 25 ഡിവൈഡഡ് ബൈ 125 × 100 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങോട്ട് വെട്ടി ചെയ്യാം. അപ്പോൾ 25 125 എത്ര തവണയാണ്? 5 തവണയാണ് 125. ഇനി 5ഉം 100ഉം നമുക്ക് വെട്ടാം. 1 5 5 എത്ര വരും? 5ൽ 100 20 തവണ. 100നെ നമ്മൾ 5 കൊണ്ട് വെട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 2 5 10, ഈ 0 7 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് എത്ര കിട്ടി? 20. അപ്പോൾ എത്ര ശതമാനമാണ് കുറവ്? ഗിരീഷിൻ്റെ വരുമാനം രാജേഷിൻ്റെ വരുമാനത്തെക്കാൾ 20% കുറവാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If 250 is increased to 300, what is the percentage increase?
അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് 250 300 കൂടിയാൽ എത്ര ശതമാനം വർധനവ് ഉണ്ടായി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്കിവിടെ ഒറിജിനൽ നമ്പർ എത്രയാണ്? 250 ആണ്. ഓക്കെ, 250 എത്രയായിട്ട് കൂടി? 300 കൂടി. അപ്പോൾ എത്ര ആണ് കൂടിയത്? 50 കൂടി അല്ലേ? അപ്പോൾ കൂടിയ 50 ഡിവൈഡഡ് ബൈ ഒറിജിനൽ എത്രയാ? 250. 250 ആണ് 300 ആയത്. അപ്പോൾ 50/250 ശതമാനത്തിലോട്ടാക്കാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ചെയ്തുകൂടെ ഇനി ഇത്? 0 0 ടീച്ചർ വെട്ടുവാണേ. 5 നമുക്ക് വെട്ടാം. 5 10, 5 എത്ര തവണയാണ്? 2 തവണ അല്ലേ? 2 5 10. ഇനി 25, 5 5 25. ഓക്കെ ആണല്ലോ. ഇനി 5ഉം 50 നമുക്ക് വെട്ടാം. 1 5 5, ഇവിടെ 1 5 5, ഇവിടെ 0 അതുപോലെ ഇട്ട് കൊടുക്കാം. 10 × 2 എത്ര കിട്ടി? 20. അപ്പോൾ എത്ര ശതമാനം വർധനവുണ്ടായി? 20% വർധനവുണ്ടായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The length of a rectangle is increased by 50%. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര ശതമാനം വർദ്ധിച്ചു? 50% വർദ്ധിച്ചു. By what percent should the width be decreased? Width be decreased to maintain the same area. അതായത് ഒരു ചതുരത്തിൻ്റെ നീളം എത്ര ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്? 50% ഒരു ചതുരത്തിൻ്റെ ലെങ്ത് എന്ത് ചെയ്തു, അല്ലെങ്കിൽ നീളം എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഓക്കെ, കൂടി. അപ്പോൾ എന്ത് പറ്റി? നമ്മുടെ ഏരിയ മാറാൻ പാടില്ല. അപ്പോൾ ഏരിയ മാറാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രെഡ്ത്ത് എന്ത് ചെയ്യണം? കുറയണം അല്ലേ? അതിനനുസരിച്ചിട്ട്. അപ്പോൾ എത്ര ശതമാനം ബ്രെഡ്ത്ത് കുറയും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏരിയ സെയിം ആക്കി തന്നെ വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കുറയ്ക്കണം? ബ്രെഡ്ത്ത്, അതായത് വീതി എന്ന് പറയുന്നത് കുറയ്ക്കണം. അപ്പോൾ വീതി എത്ര ശതമാനം കുറഞ്ഞിരുന്നാൽ നമ്മുടെ ഏരിയ സെയിം ആയി തന്നെ ഇരിക്കും? ഓക്കെ, അപ്പോൾ ആ ഒരു എത്ര ശതമാനം ബ്രെഡ്ത്ത് കുറയണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്കത് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇതിന് ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു ഇൻകത്തിൻ്റെ കേസ് പഠിച്ചില്ലായിരുന്നോ? ഇൻകത്തിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തില്ലായിരുന്നോ? ഇൻകം ഓഫ് രാജേഷ് ഈസ് 25% മോർ ദാൻ ദ ഇൻകം ഓഫ് ഗിരീഷ്. ഇതേ ടൈപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമാനത്തിന് പകരം എന്താണ്? നീളവും വീതിയും, നീളത്തിൻ്റെയും വീതിയുടെയും കാര്യം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം വർദ്ധിക്കുന്നു, മറ്റത് കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? എ ബിയേക്കാൾ X% കൂടുതലായത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. എ എന്ന് പറയുന്നത് ബിയേക്കാൾ X% കൂടുതലായാൽ ഇവിടെ അങ്ങനെ തന്നെ അല്ലേ? ലെങ്ത് ബ്രെഡ്ത്തിനേക്കാളും 50% കൂടി അല്ലേ? കൂടുതലായാൽ ബി എക്കാൾ X/100 + X × 100% കുറവായിരിക്കും കേട്ടോ. ഇവിടെ X എന്ന് പറയുന്നത് 50 ആണ്. 50/100 + 50 × 100 ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ശതമാനം. അപ്പോൾ 50/150 × 100 ആണ്. നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 50ൽ തന്നെ കട്ട് ചെയ്യാമല്ലോ. ഒരു 50 ആണ്, 3 50 ആണ്, 150. അപ്പോൾ 1/3. അപ്പോൾ 100/3 എന്ന് പറയുന്നത് 33 അതിൻ്റെ 1/3% ആണ് കേട്ടോ. 33 അതിൻ്റെ 1/3% ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.